ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മുസീൽസ്. അപ്പോൾ നമ്മൾ ടൂർ പോകാൻ പോവാണ്. നമ്മുടെ പഞ്ചമി ജിമ്മിൽ നിന്ന്, വട്ടപ്പാറ പഞ്ചമി ജിമ്മിൽ നിന്ന് ടൂർ പോവാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി 2 ടൂർ പോയിട്ടുണ്ടായിരുന്നു. പാലരുവി, അതുപോലെ വാഗമണ്ണൊക്കെ പോയി. ദെൻ ദിസ് ഈസ് ആ തേർഡ് ടൂർ. അപ്പോൾ ഇത്തവണ നമ്മൾ എവിടെയാണ് പോകുന്നത്? പാഞ്ചാലിമേട്, രാമക്കൽമേട്, തേനി, അതുപോലെ കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ രാവിലെ ഒരു വെളുപ്പിന് 3-4 മണിയൊക്കെ എന്തോ ആണ് നമ്മൾ പുറപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇതിന് തലേദിവസം ചെന്നൈയിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. എന്നിട്ട് 1 മണിക്കൂർ ഉറങ്ങി അടുത്ത ടൂറിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വഴിയിൽ വന്നു. അപ്പം രാവിലെ ഇതുപോലെ എല്ലാവരും തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ ഉറക്കമായി. അതിനുശേഷം ഞാൻ ഉണർന്നപ്പോൾ എല്ലാവരും പിന്നെ ഉറക്കമായി. അപ്പോൾ പോകുന്ന വഴിയൊക്കെ തന്നെ ആക്ച്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ആ പോകുന്ന വഴികളിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സീനറീസ് ഉണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും ഉണർന്നിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുണ്ടക്കായ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്കും. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പവും മുട്ടക്കറിയൊക്കെ ആയിരുന്നു. പിന്നെ കടലക്കറി, ചപ്പാത്തി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വേണ്ടവർക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാമറ എടുത്ത് തുടങ്ങി ഒരാൾക്ക് പുച്ഛം തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഞാനൊരു വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ അത് ഇടുന്നത് 1-2 മാസം കഴിഞ്ഞിട്ടാണ് ഗൈസ്. അതുപോലെ ഇതും ആക്ച്വലി ഡിസംബർ ക്രിസ്മസ് ടൈമിലാണ് പോയത്. ഞാനിപ്പോൾ ഇടുന്നത് ഫെബ്രുവരി ആയി. എന്ത് ചെയ്യാൻ, കുറച്ച് മടി പിടിച്ചു പോയി. നല്ല ഫുഡായിരുന്നു അവിടുത്തെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു ബാക്ക് ടു ബസ്സിലോട്ട് പോയി. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ ഉള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ഞാൻ എല്ലാം നോക്കി നിന്നുള്ളൂ, ഒന്നും മേടിച്ചില്ല. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ചു, ബാക്കി കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു എല്ലാവരും വന്ന് ഞങ്ങൾ നേരെ തിരിച്ച് ബസ്സിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ ജിമ്മിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ലേഡീസ് ജിമ്മാണ്. അപ്പോൾ ബാക്കി നമ്മൾ എല്ലാ ലേഡീസും കുട്ടികളെയും കൊണ്ടുവരാം. നമ്മൾ ഇത്രയും പേര് മാത്രമായിട്ട് പോകുന്ന അടിപൊളി ഒരു ട്രിപ്പാണ്. അപ്പം ഇത് ലൈക്ക് ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി പോലെയാണ്. ഓരോ സെലിബ്രേഷൻസും കാണും, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് കാണും. അപ്പോൾ എല്ലാവരും പിന്നെ ഡാൻസിലൊക്കെ വേണ്ടി ഇറങ്ങിയിരിക്കണം ഗൈസ്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ കൈൻഡ് ഓഫ് ഒരു ഇൻട്രോവേർട്ടാണ് സംഭവം. ഇവരിങ്ങനെ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നിട്ട് ഞാനിങ്ങനെ കണ്ട് കാഴ്ചകളും കണ്ട് ഡാൻസും കണ്ടിങ്ങനെ ഇരിക്കും. അപ്പോൾ ബാക്കി എല്ലാവരും ഇവിടെ കിടന്ന് തുള്ളി മറിക്കുകയാണ്, ബസ് മറിച്ചിടുമെന്ന് തോന്നുന്നു. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു വെച്ചാൽ, നല്ല വൈബായിരുന്നു എല്ലാവരുമായിട്ടും. ആൻഡ് ഞങ്ങളവിടെ വഴിയിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പാഞ്ചാലിമേടാണ്. അപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നേരത്തെ പോയിട്ടുള്ള ട്രിപ്പിലെ പ്ലേസസ് ആണെങ്കിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പേര് കേൾക്കുന്ന പോലെ ഒരു മേടാണ്, ഒരു പാഞ്ചാലി മേടാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ ഇങ്ങനെ നടക്കാം, കുന്ന് മല, കുറേ കാഴ്ചകൾ കാണാം. കഴിഞ്ഞ പ്രാവശ്യം വാഗമൺ പോയപ്പോഴും അതുപോലെയാണ്. അവിടെ നിന്ന് കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. ഇവിടെ വന്നപ്പോഴും അതുപോലെയാണ്. ആക്ച്വലി നമ്മൾ ഈ ട്രിപ്പ് പോകുന്നതൊക്കെ കൈൻഡ് ഓഫ് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എന്തായാലും ഡെയിലിയുള്ള റുട്ടീൻ, കോളേജ് ലൈഫ് അങ്ങനെ പോകുന്നതിന് ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഓരോ പ്ലേസസ് കാണാം, എക്സ്പ്ലോർ ചെയ്യാം. ആൻഡ് ഇറ്റ് കൈൻഡ് ഓഫ് ഗീവ്സ് സം ഹാപ്പിനെസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ല കാറ്റായിരുന്നു. നിങ്ങൾക്ക് കാണാം ആ ഇലയൊക്കെ വീശുന്ന പുല്ല് വീശുന്നതൊക്കെ കാണാം. ആൻഡ് അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം ഇവിടെ ആക്ച്വലി കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അവിടെ നിന്ന് കുറേ കാഴ്ചകൾ കണ്ടു, കുറച്ച് നേരം നിന്നു, ടൈം സ്പെൻഡ് ചെയ്തു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ വരാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷോപ്പിങ്ങിന് പോയി. ആക്ച്വലി ആ തൊട്ടടുത്ത് തന്നെയുള്ള കടയാണ്. അപ്പോൾ കുറേ പാവ, കീച്ചെയിൻ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്ന സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളത് വാങ്ങിക്കേണ്ട ത്വര കൂടുമല്ലോ, അങ്ങനെ ആ ത്വരയായിരുന്നു അതൊക്കെ. അങ്ങനെ ഞങ്ങൾ ബാക്കി കാഴ്ചകളൊക്കെ ഉണ്ട്. എനിക്ക് ഇവിടെ ആക്ച്വലി ഒരു പ്രത്യേകതയുണ്ട്, ബോട്ടിൽ സംഭവങ്ങളൊന്നും ഇടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്നൊരു ഇനിഷ്യേറ്റീവാണ്. നമ്മൾ അവിടെ നിന്ന് ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ തന്നെ എന്തൊരു സ്റ്റിക്കർ അതിനകത്ത് ഒട്ടിച്ച് വയ്ക്കും. തിരിച്ചതായി ഇറങ്ങുന്ന അവിടെ സ്റ്റിക്കറുണ്ട് ആ ബോട്ടിൽ, അത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് അവർ ₹1 തരും. ആക്ച്വലി ഇറ്റ്സ് ഒരു നൈസ് ഇനിഷ്യേറ്റീവാണ്. ആൾക്കാർ ഈ ബോട്ടിലൊന്നും അവിടെയൊന്നും വലിച്ചെറിഞ്ഞിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചു. അടുത്ത ഉച്ചയായി, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി ഒരു ഹോട്ടലിൽ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. സോ ആദ്യമേ ഇവിടെ കുറച്ചൊരു ഐസ്ക്രീം കഴിച്ച് വിശപ്പടക്കുവാണ്. അതിനുശേഷം ഞാൻ വെജാണ് ഓർഡർ ചെയ്തത്, ഊണാണ് ഓർഡർ ചെയ്തത്. ബാക്കി ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ട്രാവൽ, ഫുഡിൻ്റെയൊക്കെ പ്രശ്നം വന്നുകൊണ്ട് നോൺ വെജും കൂടെ കഴിച്ചാൽ പണി കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വെജിലോട്ട് ഒതുക്കിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. നേരെ നമ്മൾ രാമക്കൽമേട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പണി കിട്ടിയ കേസ് അവിടെ എത്തിയത് ഞാൻ വാളിച്ച് ഛർദ്ദിച്ച് ഊപ്പാടായി. ആക്ച്വലി ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളികയും കഴിച്ച് സൈനപ്പ് എല്ലാം കുടിച്ച് എല്ലാം കൂടെ ഛർദ്ദിച്ച് അലങ്കോലമാക്കി. ആൻഡ് ഫൈനലി ഇവിടെ ആക്ച്വലി മെയിൻ ജീപ്പ് ട്രക്കിംഗ് ഉണ്ടായിരുന്നു.
അത് പക്ഷേ കുറച്ച് പേര് ചേർന്ന് ഒരു 10 പേരൊന്ന് ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും പോയി. അവസാനം ഞങ്ങൾ 2-3 പേര് ലെഫ്റ്റ് ഔട്ടായി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കയറി ബാക്കി ഈ സ്റ്റാച്ചു സംഭവങ്ങളൊക്കെ കാണാമെന്ന് വെച്ചു. എനിക്ക് ട്രക്കിംഗ് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കണ്ടീഷനിലും കൂടെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ആൻഡ് ഞങ്ങളിവിടെ വന്ന് സ്റ്റാച്ചു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് കാണുന്നതാണ് ഈ വിൻമിൽ സംഭവങ്ങൾ. ആൻഡ് ഇവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഛർദ്ദിച്ചതിന് ശേഷം കേട്ടോ ഈ ലുക്കി നിൽക്കുന്നത്. ഒട്ടും വയ്യായിരുന്നു, പക്ഷേ സ്റ്റിൽ എൻജോയ്ഡ് ദ മൊമെൻറ്റ്. ആൻഡ് അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ മോളെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ആയിരുന്നു. ആക്ച്വലി ക്യാമറയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല, നേരിട്ട് കാണണം. ആൻഡ് ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, ഒരു കാക്ടസ് ഉണ്ടായിരുന്നു. അതിൽ കൊണ്ടിതാ കൈ പിടിച്ചു, കയ്യിൽ ഇതാ മുള്ളും കുത്തിയിരിക്കുന്നുണ്ട്. മുള്ള എവിടെ പോയെന്ന് പോലും അറിയത്തില്ല പുള്ളിക്കാരിക്ക്. ഇപ്പം എനിക്ക് ആക്ച്വലി ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ട്രിപ്പ് പോകുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് അങ്ങനെ ലൈക്ക് ഈ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പോകുന്നതും ട്രക്കിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഐ പേഴ്സണലി എൻജോയ്ഡ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തേനിയിലാണ് പോയത്. തേനിയിലെ ഗ്രേപ്പ് ഗാർഡൻ സംഭവം നമ്മൾ അവിടെ എത്തിയപ്പോൾ നൈറ്റ് ആയിപ്പോയി ഗൈസ്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറാനൊന്നും പറ്റിയില്ല. ഇവിടുത്തെ വൈനും ജ്യൂസൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ കുറച്ച് കാഴ്ചകൾ കണ്ടേ. പിന്നെ എനിക്കാണെങ്കിൽ ഒട്ടും വയ്യാണ്ടായി. ഇവിടെ ഡിന്നർ കഴിക്കാൻ നിർത്തി. എല്ലാവരും അൽഫാം ഇതൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ കട്ടൻ ചായയാണ് കുടിച്ചുകൊണ്ടിരുന്ന കേസിട്ട് അതും ശ്രദ്ധിക്കേണ്ടി വന്നു. എനിവേ നല്ലതായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ ബൈ.